നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പല ദിവസങ്ങളിലും പല പ്രവർത്തികൾ ചെയ്യുന്നതിനിടയ്ക്ക് മുറിവ് പറ്റുക, അല്ലെങ്കിൽ പൊള്ളലുകൾ പറ്റുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് പറ്റുന്നതാണ്. അപ്പം അങ്ങനെ പറ്റുമ്പോൾ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. പക്ഷെ വലിയ മുറിവുകളോ അല്ലെങ്കിൽ വലിയ രീതിയിൽ പൊള്ളുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പേടിക്കുന്നു. പിന്നെ ചില 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 കാര്യങ്ങളൊക്കെ അവിടെ ഒരു എന്താ പറയുക, വീട്ടിൽ കിട്ടാവുന്ന ചില ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ടാണ് ആശുപത്രിയിലേക്ക് എത്താറുള്ളത്. അപ്പം അങ്ങനെ പലപ്പോഴും ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ പറ്റിയിട്ടുള്ള മുറിവുകൾക്കോ അല്ലെങ്കിൽ പൊള്ളലുകൾക്കൊക്കെ മുകളിൽ ഒരുപാട് നാടൻ പ്രക്രിയകൾ, നാടൻ പരിപാടികളൊക്കെ ചെയ്ത് ആ മുറിവ് അല്ലെങ്കിൽ ആ പൊള്ളലാകെ വല്ലാത്തൊരു അവസ്ഥയിലായി ഉണ്ടാവും. വൃത്തിയാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ കൂടുകയാണ്. അത് പഴുക്കുക, അത് ഉണങ്ങാൻ ബുദ്ധിമുട്ട് വരിക, സ്റ്റിച്ച് ചെയ്യാൻ പറ്റാണ്ട് വരിക. ചിലതരം പൊള്ളലുകൾക്കൊക്കെ ചെറിയ പൊള്ളലൊക്കെ ആവും, പക്ഷെ അതങ്ങോട്ട് വല്ലാണ്ട് വഷളാവുന്ന രീതിയിലേക്കൊക്കെ ആയിത്തീരുക. പ്രത്യേകിച്ച് പ്രായമുള്ള ആൾക്കാർക്കോ പ്രമേഹമുള്ള ആൾക്കാർക്കൊക്കെ വെച്ചാൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് അത് വഴിതിരിക്കുക. അപ്പോൾ അതിലേറ്റവും സാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്നതായിട്ടുള്ളതാണ് മുറിവ് പറ്റലും അതുമാതിരി പൊള്ളലും. ഈ രണ്ട് കാര്യങ്ങളിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം മുറിവ് പറ്റല്, ആ മുറിവ് പറ്റല് ചിലപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് നിരങ്ങി വീണിട്ട് തോല് നീങ്ങിയതാവാം. മുകളിലുള്ള തോല് നീങ്ങി ചെറിയ തോതിലൊക്കെ ആണെന്നുണ്ടെങ്കിലും, അതല്ല കുറച്ച് ഡീപ്പാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ആഴത്തിലാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നല്ല വെള്ളത്തിൽ കഴുകുകയാണ്. ആ വെള്ളത്തിൽ കഴുകുക എന്ന് പറയുമ്പോൾ ഒരു ബക്കറ്റിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ വെള്ളം പിടിച്ച് അതിൽ മുക്കുകയല്ല ചെയ്യുക. പൈപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ ആ മുറി നല്ലവണ്ണം കഴുകുക. അത് കഴുകുമ്പോൾ കൈകൊണ്ട് ആ മുറിയുടെ മുകളിൽ ഉരച്ച് കഴുകാൻ ചിലപ്പോൾ വേദന ഉണ്ടാവും. എന്നിരുന്നാലും ആ വെള്ളം ആ മുറിയുടെ മുകളിലേക്കോ മുറിയുടെ സൈഡിലേക്കോ വീഴുന്ന രീതിയിൽ ഇങ്ങനെ വെള്ളം അതിലേക്ക് ഒലിപ്പിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ച് അതിൻ്റെ മുകളിൽ പറ്റിയിട്ടുള്ള ചളികളോ അല്ലെങ്കിൽ ദോഷമായിട്ടുള്ള സാധനങ്ങൾ പോകുന്ന രീതിയിൽ പറ്റുമെങ്കിൽ ഒന്ന് സോപ്പിട്ട് കഴുകുകയും ചെയ്യുക വെച്ചാൽ വളരെ നല്ലതായി. അത് കുറച്ച് നീറ്റം അനുഭവപ്പെടും. അത് സഹിക്കാവുന്നതാണെന്നുണ്ടെങ്കിൽ സോപ്പിട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ, ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ അത് കഴുകുക. തണുത്ത വെള്ളം ഉപയോഗിക്കണം നിർബന്ധമൊന്നുമില്ല, ടാപ്പ് വാട്ടർ മാത്രം മതി. ടാപ്പിൽ നിന്ന് അത് തുറന്നിട്ട് അത് ഉപയോഗിക്കുക. അത് നന്നായിട്ട് കഴുകുക. ഒരു 10 മിനിറ്റോളം റണ്ണിങ് വാട്ടർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ഇനി ആ മുറി ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തോല് നീങ്ങിയതാവാം, അല്ലെങ്കിൽ ഒരു കട്ടായിരിക്കാം, ഒരു കത്തി കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയുധം കൊണ്ടോ ഒരു മുറിവായിരിക്കാം. അപ്പോൾ അത് ബ്ലീഡിങ് കൂടുതലുണ്ടാവും, കൂടുതൽ രക്തസ്രാവം വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഈ കഴുകണ പ്രക്രിയയ്ക്ക് മാറ്റമൊന്നുമില്ല. അത് നല്ലോണം ശുദ്ധമായിട്ട് കഴുകിയതിന് ശേഷം വൃത്തിയുള്ളൊരു തുണി അത് മടക്കി 2-3 പ്രാവശ്യം മടക്കി ഈ മുറിയുടെ പാകത്തിൽ വലുപ്പത്തിൽ മടക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ആ മുറിയുടെ മുകളിൽ അമർത്തി പിടിക്കുകയാണ് ചെയ്യുക. ഒരിക്കലും ആ മുറിയുടെ മുകൾ ഭാഗത്ത് അമർത്തി കെട്ടുകയോ കയറുപയോഗിച്ചോ തുണി ഉപയോഗിച്ചോ മറ്റ് സാധനങ്ങൾ ഉപയോഗിച്ചോ വരിഞ്ഞ് കെട്ടരുത്. അത് ആ മുറിയിടയിലേക്ക് അല്ലെ ആ അവയവത്തിലേക്ക്, കയ്യാണോ കാലാണോ ആ അവയവത്തിലേക്കുള്ള രക്തോട്ടം കുറയാനത് കാരണമാവും. അത് പിന്നീടേക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ട് വരിഞ്ഞ് കെട്ടുക, അതിൻ്റെ മുകൾ ഭാഗത്ത് അമർത്തി പിടിക്കുകയോ ചെയ്ത് ആ മുറിയുടെ മുകളിൽ നല്ല വൃത്തിയുള്ള തുണി മടക്കി വെച്ച് അമർത്തി പിടിച്ച് രക്തം നഷ്ടപ്പെടുന്നത് കഴിയുന്നതും കുറയ്ക്കാനുള്ളൊരു മാർഗ്ഗമാണത്. അപ്പോൾ ആദ്യം കഴുകുക, പിന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അത് എന്ത് തന്നെ ആയാലും, എന്ത് തന്നെ മുറിവാണെന്നുണ്ടെങ്കിലും, അപ്പോൾ അതായത് തോല് നീങ്ങിയതാണെങ്കിലും വേണ്ട, ഇതാണെങ്കിലും വേണ്ട, നല്ല വൃത്തിയുള്ളൊരു തുണി കൊണ്ട് അത് ആദ്യം കവർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനി അതിൻ്റെ മുകളിലേക്ക് പെരട്ടാനുള്ള ചില സാധനങ്ങൾ നാട്ടിൽ നമ്മൾ പണ്ട് ചെയ്തിരുന്ന, മുമ്പ് പഴയ ആൾക്കാർ ചെയ്തിരുന്ന കുറേ ഉണ്ട്. കാപ്പിപ്പൊടി ഇടുക, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ആൾക്കാർ പല്ല് തേക്കുന്ന പേസ്റ്റ് കൊണ്ട് തേക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ. പക്ഷെ അതൊക്കെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമുള്ളതായിട്ട് യാതൊരു ഒരു പഠനങ്ങളും തെളിയിച്ചിട്ടില്ല. അത് പറയുന്നത് എന്താ വെച്ചാൽ രക്തം വരൽ കുറയും എന്ന് പറയുന്നുണ്ട്. രക്തം വരൽ കുറയാനുള്ള കാരണം ഈ പൊടിയൊക്കെ കൂടി ചെന്ന് കഴിഞ്ഞാൽ അത് കുതിർന്നിട്ട് കുറേ രക്തം അത് കുടിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് കാണുന്ന രക്തം വരൽ കുറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു ആൻറ്റിസെപ്റ്റിക് എഫക്റ്റോ അല്ലെങ്കിൽ ഒരു ബ്ലഡ് ബ്ലീഡ് ചെയ്യാതിരിക്കാനുള്ള എഫക്റ്റ് ഒന്നും വളരെ കുറവ് തന്നെ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിൻ്റെ ദോഷഫലം എന്താ വെച്ചാൽ അത് അതിനേക്കാളും കൂടുതലാണ് ദോഷഫലം. അത് നമ്മളവിടെ എത്തി അത് വൃത്തിയായിട്ട് എത്ര വൃത്തിയായിട്ട് കഴുകിയാലും ചെറിയ ചെറിയ തരികളും പൊടികളും, മഞ്ഞപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണിൽ കാണാത്ത അത്ര ചെറിയ പൊടികളാണ്. ആ പൊടിയൊന്നും അതിൻ്റെ ഉള്ളിൽ നിന്ന് പോവില്ല.
മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ചേർത്ത സാധനം പോവാണ്ട് നമുക്കത് വൃത്തിയാക്കാനും പറ്റില്ല. ആ മുറി തുന്നിക്കെട്ടുകയോ അല്ലെങ്കിൽ മരുന്ന് വെച്ച് കെട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് പഴുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് പിന്നീടേക്ക് ഭയങ്കര ദോഷം ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചെയ്യേണ്ട. മഞ്ഞപ്പൊടി, കാപ്പിപ്പൊടി, പേസ്റ്റ് അങ്ങനെയുള്ള സാധനവും, ചില ആൾക്കാർ ചില ഇലകളൊക്കെ പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തതിൽ നിന്ന് നമുക്ക് രോഗാണുക്കളോ അല്ലെങ്കിൽ അസുഖം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നൂതനമായിട്ടുള്ള ആരോഗ്യ മേഖല ഇത്രയധികം ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ ആ സമയത്ത് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലതല്ല. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിക്കിലും ചെറിയ ചെറിയ ക്ലിനിക്കുകളായിട്ടും ആശുപത്രികളായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്താനുള്ളതുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഈ വകയുള്ള പരിപാടികൾ ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത് ഗുണത്തേക്കാളും ദോഷമാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിൽ എന്ത് മുറിവാണെങ്കിലും, എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഒരു ആരോഗ്യ പരിപാലന സെൻ്ററിൽ, അതായത് ഒരു ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ എവിടെ വെച്ചാൽ എത്തുക എന്നുള്ളതാണ് മുറി പറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം.